എന്താ നിങ്ങള് നല്ല തമാശ പറയുന്നുണ്ടല്ലോ. ഡാർലിംഗ്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? ചോദിക്കട്ടെ ആളെ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങളെ കൈ എന്താ ഇത്രയും ഹാർഡായിട്ടിരിക്കുന്നേ? വാഴക്കെന്ന വണ്ടി ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ച്. അതെ അതെ, കറക്റ്റാ. ചെറുതായിട്ട് ചെയ്താലല്ലേ. നന്നേണ്ടല്ലോ. സോറി സോറി സോറി, ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയില്ലേ ഡാർലിംഗ്. എടാ ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലേ, നീ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നീ വേഗം വാടാ, നിന്നെ നോക്കി എവിടെ എല്ലാരും നിൽക്കുന്നത്. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഡാ, അത് പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ, ഗസ്റ്റ് എല്ലാം വന്നോണ്ടിരിക്കുക. അതാ അവരുടെ കൂടെ ചെറിയ ബിസി ആയിട്ട് നിൽക്കുക. എടാ നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. അങ്ങോട്ട് നോക്കടാ. നമസ്കാരം 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 സാർ. നമസ്കാരം. ആ ശരി, പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷം? നീ അവിടെ നിന്ന് പുറപ്പെട്ടോ ഇല്ലയോ? വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നോക്ക്. ഭക്ഷണം കഴിക്കാനുള്ള സമയമായടാ, വാ. ഓക്കെ, കഴിച്ചോ? ആ ശരി, ഓക്കെ ബൈ. ശരി ശരി, നീ കഴിച്ചിട്ടൊന്നും വരില്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇവൻ എന്താ ഈ സംസാരിക്കുന്നേ? സംസാരിച്ചത് മതി, നീ എന്താ അങ്ങനെ ഈ സംസാരിക്കുന്നേ? എന്താ പറയുന്നത് കേൾക്ക്. ഞാൻ ഇമ്പോർട്ടന്റ് കോൾ സംസാരിച്ചോണ്ടിരിക്കുക ഏട്ടത്തി. അയ്യോ, വേറെ എന്താ വിശേഷം? വരൂ. ആ പറയേ. ആടാ, ഇവിടുന്ന് എല്ലാരും പോയിക്കൊണ്ടിരിക്കുക, നീ മാത്രം ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഒന്ന് വേഗം വാടാ, എത്ര നേരമായിട്ട് നിന്നോട് പറഞ്ഞിരിക്കുക. നമസ്കാരം. ഓക്കേ ബൈ ബൈ. കഴിക്കാനെങ്കിലും വാ, ഇവിടെ വന്നിട്ട് കഴിക്കാം, നീ പുറത്തുനിന്ന് കഴിക്കൊന്നും വേണ്ട, വാ. ഡാ, ആദ്യം ഒന്ന് ഇങ്ങോട്ട് വേഗം വാ. നീ എത്ര നേരം ഇങ്ങനെ ഫോണിൽ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക? ശരി, പിന്നെ വേറെന്താടാ വിശേഷം? നമസ്കാരം. ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുക, നീ എന്താ വരാത്തെ? ആടാ ശരി, നീ വേഗം ഒന്ന് വാ, ഇവിടെ എല്ലാരും നിന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക. അതെ, ഹലോ അങ്കിൾ. ഹായ് രവി, ഹാപ്പി ബർത്ത്ഡേടാ. താങ്ക് യു താങ്ക് യു. ഇതാടാ നിനക്കിവിടെ ഒരു ചെറിയ ഗിഫ്റ്റ്. നമസ്കാരം ചേട്ടത്തി. ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാ തരുമെന്ന് നിനക്ക് അറിയില്ലടാ. നിനക്ക് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ലേ, അതാ ഞാൻ കൊണ്ടുവന്നത്. ഓഫ് കോഴ്സ്, സത്യമാണ്. അങ്കിൾ, നിങ്ങളുടെ മരുമകൻ എന്ത്? നിന്റെ ഭർത്താവ്, അവനിത് എവിടെ പോയി? എവിടെ കാണാനില്ലേ? ഫ്രണ്ടിനെ മാത്രമേ ഉള്ളോ അതോ ഞങ്ങൾക്കും ഉണ്ടോ? അയ്യോ, അത് നമ്മൾ രണ്ടും വേസ്റ്റാ, നിങ്ങൾ മാത്രം മതി. എല്ലാം വിധി. അളിയാ, നമ്മുടെ റൂം എവിടെയാണോ? നമ്മുടെ റൂം സ്ട്രൈറ്റ് പോയി റൈറ്റ് എടുത്ത ആ റൂമാണ്. ഓക്കെ അങ്കിൾ, ഞാൻ പോയിട്ട് വരാം, നിങ്ങളിവിടെ തന്നെ നിൽക്ക്. വരാട്ടത്തി, വേടാ. ഓക്കെടാ, ബൈ. അവന്റെ ഫ്രണ്ട്ഷിപ്പ് നീ വിടില്ലേ? ഏട്ടത്തി, അത് അവൻ നോക്ക്, ഇവന്റെ കൂട്ടുകെട്ട് നീ എപ്പോൾ വിടുന്നോ അപ്പോൾ നീ നന്നായിരിക്കും. പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നിന്റെ ഇഷ്ടം. ആ ശരി ശരി. ഹായ് ഡാ. ഹായ്. ഒരു മിനിറ്റേ ഏട്ടത്തി, ഫ്രണ്ട് വിളിക്കുന്നുണ്ടേ, ഒരു 2 മിനിറ്റ്. വേറെ പണിയില്ലേ? ഇവിടെ എന്താ നടക്കുന്നേ? അല്ലേ ഏട്ടത്തി, അവനും നമ്മുടെ ഗസ്റ്റ് അല്ലേ, അവനും നമുക്കൊരു ഗസ്റ്റിനെ പോലെ തന്നെയല്ലേ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല? വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ലേ? അല്ല, ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നു, ഇപ്പോൾ നീ പുറത്തു പോകുന്നെന്ന് പറയുന്നു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞില്ലേ ഏട്ടത്തി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ പാർട്ടി അടിച്ചു വിളിക്കാല്ലേ. വേറെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? പിന്നെ നീ ഇതുവരെ കുടിച്ചതേ ഇല്ലല്ലോ. അതായത് ഏട്ടത്തിയും പിന്നെ മനസ്സിലായി മനസ്സിലായി. ഡേയ്, പിന്നെ അന്നൊരു കാര്യം പറഞ്ഞില്ലേ, നിനക്ക് ഓർമ്മയുണ്ടോ? അതോ നീ മറന്നുപോയോ? അന്ന് സ്റ്റെപ്പിലൊരു ഇടി കടന്നില്ലേ? 304 റൂം നമ്പർ. ആ, നീ എങ്ങനെ വരുന്നേ? ഞാൻ ഏട്ടത്തിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്കിളിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെങ്കിലും അങ്ങനെയാണോ? പിന്നെ കിളവനോ? ആ കിളവിനെ എന്തെങ്കിലും മാനേജ് ചെയ്തിട്ട് ഞാൻ വന്നോളാം. അത് ശരി. ആ അങ്ങനെ തന്നെ, ഒരാള് മതി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. എന്താ ചെയ്യ. ഓക്കെ ഓക്കെ, ആ ഡൺ. പെട്ടെന്ന് വാടാ, വെയിറ്റിംഗ്. ഓക്കെ, ഞാൻ പോവാ, നീ പോയിക്കോ. ആ ഏട്ടത്തി, ഞാൻ ആ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് അർജന്റായിട്ട് പുറത്ത് പോയിട്ട് വരാം. എന്താ കാര്യം? അത് എന്താണെന്ന് പറ. ഫ്രണ്ട്സ് ആണ് ഏട്ടത്തി,
ഞങ്ങളുടെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ? നിനക്കെന്താ ഏട്ടത്തി വട്ടാണോ? കണ്ടതല്ലേ? ഇതൊരു ചെറിയ കാര്യാന്നേ, അത് നമുക്ക് നോക്കാം. ദേ നോക്ക്, ബർത്ത്ഡേ നിനക്കാണ്, എന്റേതല്ല. ആ, അണ്ടർസ്റ്റാൻഡ്? ശരി എന്റെ ഏട്ടത്തി, തെറ്റ് എന്റെ തന്നെയാണ്. ഇവിടെ നിന്റെ ഏട്ടനുമില്ല. എത്ര ഗസ്റ്റ് വന്നിരിക്കുന്നു നോക്ക്. നീ പുറത്തു പോകണമെന്ന് പറയുന്നു, ഇതേ കുടിച്ചോണ്ടിരിക്കുന്നു കണ്ടോ. ഇങ്ങോട്ട് നോക്കുമോളെ, ഇപ്പൊ എന്തിനാ എന്നെ കുറിച്ച് പറയുന്നേ? നിന്റെ കെട്ടിയവനെ വേണമെങ്കിൽ വഴക്ക് പറ, ഇല്ലെങ്കിൽ ഇവനെ വഴക്ക് പറ, ഇല്ലേ ആ ബോട്ടിൽ കൊടുത്തില്ലേ അവനെ വഴക്ക് പറ. അല്ലാതെ എന്തിനാ എന്നെ വെറുതെ ഇതിലോട്ട് വലിച്ചിടുന്നേ? ഹും, ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും നന്നാവില്ല. എന്റെ കാര്യം നീ വിട്, എനിക്ക് ബസ്സിന് സമയമായി, ഞാൻ പോവാ. ഹോ. ശരി, നീ പോടാ. എവിടെ താങ്ക് യു പോകണമെന്ന് ഏട്ടത്തി, താങ്ക് പറഞ്ഞല്ലോ. യു. ഇപ്പോഴെങ്കിലും എന്നൊന്ന് മനസ്സിലാക്കിയല്ലോ. താങ്ക് യു, താങ്ക് യു. ഛേ, ഹായ് ഹായ്, വരൂ വരൂ. അച്ഛാ, ഗ്ലാസ് താഴെ വെക്കൂ. ആ വെക്കാം മോളെ. താഴെ വെക്ക്. ആ വരൂ വരൂ, നമസ്കാരം ആ നമസ്കാരം. നമസ്കാരം. അച്ഛാ, എടുക്കല്ലേ, പറയുന്നത് കേൾക്ക്. വഴക്കുറയല്ലേ വഴക്കുറയല്ലേ, എല്ലാവരുടെ മുന്നിലും വാനം പോവെന്റെ, മനസ്സിലായോ? ആ നമസ്കാരം. നമസ്കാരം. വരൂ വരൂ വരൂ. ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? എവിടെയാ പോയത്? ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്ത് മാമ, നിങ്ങളെങ്കിലും ഞാൻ ഒന്ന്. എന്ത് പറയാനാ മരുമോനെ, എന്നെ ഈ വഴക്ക് പറഞ്ഞ് ഇല്ലാണ്ടാക്കി. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തന്നെ തീർക്ക്. ആ, നമസ്കാരം. നമസ്കാരം. വരൂ വരൂ. വരൂ, അകത്തേക്ക് വരൂ. ആ വിവേക് സാർ വരൂ വരൂ. അല്ല, എന്റെ അനിയനെന്തിയെ? അവൻ എവിടെയാണോ എന്തോ, അവന്റെ ഒരു ഫ്രണ്ട് വന്നു, അവന്റെ കൂടെ എവിടെയോ പോയി. ശരി, ഞാൻ ടോയ്ലറ്റ് പോയി വന്നേക്കാം. ഇപ്പോഴാണ് വന്നത്, അതിനകത്തോ? ഒന്ന് മനസ്സിലാക്കടി, നല്ല അർജന്റ്. ഇദ്ദേഹത്തെ കണ്ടോ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറിച്ച് നീ എന്തിനാ ആലോചിക്കുന്നേ? നീ നിന്റെ പണി നോക്ക്. ഉം. ആ രാജു, ആ ലഞ്ച് ഏർപ്പാടൊക്കെ നോക്കിയേ. ആ ഹായ്. രവി, രവി, ഇവനിതെവിടെയാ? എവിടെയാ പോയേക്കാ? എന്താടാ എന്നെ കണ്ടതും ഗ്ലാസ് ഒളിപ്പിച്ച് വെക്കുന്നേ? ഞാൻ ഓവറായിട്ട് അടിച്ചു അങ്കിൾ, അതാ വീണ്ടും കുടിച്ചോണ്ടേ ഇരിക്കുന്നത്. അതൊക്കെ ശരി, എൻ്റെ അനിയൻ എന്തിയേ? അത് നിങ്ങളുടെ അനിയൻ കുമാറില്ലേ? ആരാ കുമാർ? അത് തന്നെ, നിങ്ങളുടെ കൊച്ചുനാളെ ഫ്രണ്ടില്ലേ? ഓ അവര് രണ്ടുപേര് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓ, അവൻ പുറത്ത്. നീ ആദ്യം കുടിക്കേ, നന്നായിട്ട് കുടിച്ച് എൻജോയ് ചെയ്യേ. ഞാൻ പിന്നെ വരാം. ബൈ. ഒന്ന് പോട കോപ്പ. ഡേയ് ഡേയ് രവി, ഡേയ്, ഇവനെന്തൊന്നും കേൾക്കാത്ത പോലെ പോകുന്നേ. അല്ല, ഈ റൂമിൽ ആരാ ഉള്ളേ? ആ കാവ്യ, കാവ്യ, ആ, നീ എന്താടി ഇവിടെ? നിങ്ങൾ എന്താ ഇവിടെ? അത് ഞാനല്ലേ ചോദിക്കണ്ടേ? പിന്നെ എന്താ ചെയ്യണ്ട? നിങ്ങൾ തരുന്ന കാശ് തികയുന്നില്ല. ആ. ഛെ.